You just do that in your sound check. Yeah, you just do that. Hey Chandu, your sound check is done. My sound check is done, dude. Falgus. And one more thing. Tension la? ഈ ടൈമിൽ ഇങ്ങനെ സംസാരിക്കാവോന്ന് എനിക്കറിയില്ലെങ്കിലും ഒരു ഫ്രണ്ട് എന്ന നിലയിൽ പറയാ. നീ MBA പഠിക്കുകയാണെന്ന് പറഞ്ഞ് മ്യൂസിക് പഠിച്ചതിനെ എല്ലാവരും എതിർത്തതാ. ആ സമയത്ത് ഓരോ ടൈമിലും ഞാനാ നിന്നെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഈ 10 minutes അങ്ങനെയല്ല. ഈ കോമ്പറ്റീഷൻ നിന്നെ പോലെ ഇവിടെ വന്നിരിക്കുന്ന മറ്റാർക്കും വേണ്ടിയുള്ളതല്ല, നിനക്ക് മാത്രം. നിന്നെയും നിന്റെ ടാലന്റിനെയും എനിക്ക് അത്ര വിശ്വാസമാണെന്ന് ഞാൻ അങ്കിളിന് വാക്കുകൊടുത്തതാ. എന്റെ വിശ്വാസത്തെ തോൽപ്പിക്കല്ലേടാ. ഓക്കെ? Okay. Yes, go. Guys, ready? Chandu, all the best. Thanks. All right, it's the time to finalize the winner of the competition. And the winner is... You're absolutely right, it's Rebel from Calcutta. Hey, come on man, you did it man. You done it, yeah. സോറി ചന്തു, ഞാനന്ന് കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്തത്. സത്യത്തിൽ ഇന്ന് നീയില്ലായിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാനേ പറ്റില്ലായിരുന്നു. We did it. Come on. Hey guys, this is my band. And band, this is Ritu, my girlfriend. Hi. And this is Uday, Shree's fiancé. അതെന്താ, നീയും ശ്രീയും ലവേഴ്സ് അല്ലേ? We are friends. അവിടെ വെച്ച് നീ അത്ര റിയാക്ട് ചെയ്തെങ്കിൽ നിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടാന്നാ കരുതി. ഇതിപ്പോ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയല്ലോ. ഞങ്ങൾ കുട്ടിക്കാലം പോലെ ഫ്രണ്ട്സാ, ജസ്റ്റ് ഫ്രണ്ട്സ്. കരിയറിന് വേണ്ടി ലവ് വരെ കളയുന്നവരുണ്ട്. എന്നാൽ നീ ജസ്റ്റ് ഒരു ഫ്രണ്ടിന് വേണ്ടി അന്ന് അത്ര നല്ലൊരു ചാൻസ് മിസ് ചെയ്തു. ജസ്റ്റ് കോണ്ട് ബിലീവ് ഇറ്റ് ഡൂഡ്. നിങ്ങൾ ജസ്റ്റ് ലവ് ആണെന്നല്ലേ ചോദിച്ചുള്ളൂ. ഋതു ചോദിച്ചത് ഞങ്ങളുടെ മാരേജ് എപ്പോഴാണെന്നാ. ഓ, താങ്ക് ഗോഡ്. ഉദയ് മാത്രം ഇതുവരെ അങ്ങനൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. Okay guys, no more confusions. Let's enjoy the victory. Cheers guys. Congratulations and thanks. Thanks. എന്തിന്? നീ ജയിച്ചോണ്ടാ ശ്രീ ഇത്ര ഹാപ്പി ആയി ബോസ്. ഇല്ലെങ്കിൽ രാത്രി മുഴുവൻ ഓരോ ഇരിപ്പിരുന്ന് കരഞ്ഞു വിളിച്ച് എന്റെ പ്ലാൻ മുഴുവൻ കൊള്ളാക്കി. ഡെഫിനറ്റ് ആയിട്ടും. പ്ലാൻ എന്താ? നമ്മൾ ഇവിടെ വന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആയല്ലോ. ഇനി മിസ്റ്റർ ഉദയ് ആൻഡ് ആകാൻ പോകുന്ന മിസ്സസ് ഉദയ് 1 full day ഡേറ്റിംഗിന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. മിസ്സസ് ഉദയ് അതിന് സമ്മതിച്ചിരിക്കുന്നു. Okay? Great idea. നമുക്ക് കൂടി പോയാലോ? Okay. Yes. But one condition. Next 24 hours ഞങ്ങള് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, നിങ്ങൾ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ? ഈ ബെറ്റിന് ഞങ്ങൾക്കും സമ്മതമേ. കൊള്ളാലോ പിള്ള സാറേ, ഇത്രയൊക്കെ ആയിട്ടും ചന്തുവിനെ പറ്റി ഇങ്ങനെ ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പറയാൻ പറ്റിയ എന്ത് കാര്യവും ചെയ്ത്. പിന്നെ അത് തന്നെയാണ് പറയുന്നത്. ഇത് കണ്ടില്ല എന്താണെന്ന്. എത്ര വലിയ കോമ്പറ്റീഷനിൽ അവൻ ജയിച്ചത്. എല്ലാരും കൂടെ ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആകാനാ നോക്കുന്നത്. അവൻ മിടുക്കനാ. ഡിഫറെന്റ് ഫീൽഡാ സെലക്ട് ചെയ്തത്. ഇതിന്റെ ക്രെഡിറ്റ് ശരിക്കും സാറിനാ. ആസ് എ ഫാദർ സാർ എത്ര എൻകറേജ് ചെയ്തിട്ടാവും അവൻ ഈ നിലയിലെത്തിയത്. ഹാറ്റ്സ് ഓഫ് പിള്ള സാർ. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ചന്തുവിന്റെ ഭാഗ്യ. വരട്ടെ സാർ, കൺഗ്രാറ്റ്സ്. പിള്ള സാറേ, വൈകിട്ട് പാർട്ടി ഉണ്ടല്ലോ അല്ലേ?
വണ്ടിയുടെ താക്കോലൊന്ന് പൂജിക്കണം. വരുന്നുണ്ടോ? അവൻ്റെ ഈ നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് എനിക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. എത്ര സന്തോഷമുണ്ടോ അത്രയും വിഷമമുണ്ട്. എനിക്കിത് എൻജോയ് ചെയ്യാനുള്ള യോഗ്യതയില്ല. ഞാൻ അവന് വെറും ഒരച്ഛൻ മാത്രമായിപ്പോയി. ശ്രീയെപ്പോലെ ഒരു ഫ്രണ്ടായാൽ മതിയായിരുന്നു. വെള്ളത്തിന്റെ നടുക്ക് ഇത്ര ലോൺലി ആയി നിൽക്കുമ്പോ എത്ര എക്സൈറ്റഡ് ആണെന്നറിയോ? എനിക്ക് ഇത്തരം പ്ലേസസ് ഇഷ്ടമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ പറഞ്ഞിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ ഓർത്തു വെക്കുന്നോണ്ടല്ലേ ഞാൻ നിന്റെ ബോയ്ഫ്രണ്ട് ആയത്. എപ്പോഴും കാഷ്വൽ ആയിട്ട് പറഞ്ഞ കാര്യം ഓർത്തു വെച്ച് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതില് എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട്. നിന്റെ ഈ ഹാപ്പിനെസ് കാണാൻ വേണ്ടി നാട്ടിലെത്തി അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് എനിക്ക് വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ തരുന്നതിനേക്കാളും ഒരു തല്ലിരുന്ന ബെറ്റർ. കല്യാണം കഴിക്കുന്നതിന് മുൻപ് തല്ലുന്ന തന്നെയാ ബെറ്റർ. നോ 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 ഒന്നും പറഞ്ഞാൽ പറ്റില്ല. പ്ലീസ് പ്ലീസ് കിസ് മീ. ഫസ്റ്റ് കിസ്. കം ഓൺ. ശ്രീ ഒരു കിസ്. ശ്രീ പറയുന്നേക്ക്. ശ്രീ ഒരു കിസ്. ശ്രീ പ്ലീസ്. ചന്തു. നോ. ഏയ് നോ ചന്തു. സ്റ്റോപ്പ്. നിക്ക്. ദേ സ്റ്റാച്ചു. ഹലോ ഹലോ പറ കില്ലർ. എടാ ചന്തു, നീ അർജന്റ് ആയിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വാ. എന്ത് പറ്റി? ഇത് ഫോണിൽ പറയേണ്ട കാര്യമല്ല, നേരിട്ട് സംസാരിക്കാനാ. നീ ഒന്ന് വേഗം വാ. അമ്മ ഫോൺ ചെയ്തിരുന്നൂടാ. അങ്കിളും ആന്റി ഇന്ന് വീട്ടിൽ ചെന്നിരുന്നു. എന്തിന്? അങ്കിള് നീ വാങ്ങിക്കൊടുത്ത ബൈക്കിൽ ആന്റിയും കയറ്റിക്കൊണ്ട് കറങ്ങി അടിച്ച വീട്ടിൽ ചെന്നതെന്നടാ. സത്യമാണോ ഇത്? സത്യമാടാ ഫാൽഗു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യെസ് വാവ് കില്ലർ വാവ്. ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത ഡേ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നത്? എന്റെ ഉദയ്, ഇത് ചെറിയ വിഷയോ? നീ പറയടാ, ഇത് നിനക്ക് എത്ര വലിയ വിഷയാന്ന് പറ. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഇവൻ എത്ര നാളായിട്ട് വെയിറ്റ് ചെയ്യാന്ന് അറിയോ ഋതു? It's a big day for him. It's really a big day for me. കോമ്പറ്റീഷൻ വിൻ ചെയ്തതിനേക്കാളും ഈ ദിവസമാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ മ്യൂസിക്കിലായാലും ലവിലായാലും ലൈഫിലായാലും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നീ കാരണം. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. ലവ് യു കില്ലർ, ലവ് യു. Shri? Hey, Shri, are you okay? കുഴപ്പമൊന്നുമില്ലല്ലോ? Shri?
നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എത്ര മാർക്ക് ഇടുമെന്ന് അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? ഇപ്പം ഞാൻ പറയാം, നിങ്ങളുടെ ശരിക്കും ഫ്രണ്ട്ഷിപ്പല്ല. മനസ്സിൽ തോന്നുന്ന എന്തു തന്നെയല്ലേ തുറന്നു പറയുന്ന ശരി. എനിക്കെന്നല്ല, കാണുന്ന ആർക്കായാലും നിങ്ങളെ വെറും ഫ്രണ്ട്സായിട്ടല്ല, ലവേഴ്സായിട്ടാണ് തോന്നുന്നത്. ഉദയ് വളരെ ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കുമെന്നാ കരുതിയത്. നീ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല ഉദയ്. മാരേജ് ചെയ്യാൻ പോകുന്ന ആളേക്കാൾ കൂടുതൽ ഫ്രണ്ടിനോട് ക്ലോസ് ആവുന്ന കണ്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കാനുള്ള അത്ര ബ്രോഡ് മൈൻഡഡ് അല്ല ഞാൻ. നിനക്ക് ഞാനാണോ ചന്തുവാണോ വലുതെന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഒരുപോലെയാന്ന് നീ പറയുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. നീ രണ്ട് അൺഈക്വൽ തിങ്സിനെ കമ്പയർ ചെയ്യുന്നത്. അവൻ വേറെ, നീ വേറെ. അവൻ ചെറുപ്പത്തിലെ ഫ്രണ്ട്, ഇപ്പോഴും ഫ്രണ്ട്, എപ്പോഴും ഫ്രണ്ട്. നീ ഇന്നലെ ബോയ് ഫ്രണ്ട്, ഇന്ന് എന്റെ ഫിയാൻസെ, നാളെ എന്റെ ഹസ്ബൻഡാണ്. അവനോടുള്ള റിലേഷൻ ഒരിക്കലും മാറില്ല, പക്ഷെ നിന്റേതാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഐ ലവ് യു ഉദയ്. നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഉദയനെ തല്ലിയത് തെറ്റ് തന്നെയാ ചന്തു. നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശ്രീക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായ പോലെ എനിക്കത് സഹിക്കാനാവില്ല. എന്റെ പ്രോബ്ലം അത് തന്നെയാ ചന്തു. നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ എനിക്കെല്ലാം നീ തന്നെയാണെന്ന് വിചാരിച്ചു. നിന്നിൽ നിന്നും ഞാൻ അതാ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ്. ഏത് പെണ്ണായാലും അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ആശിക്കും. എന്നാ നീയോ അവൾക്ക് ആ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഞാൻ നിന്നെ എത്ര കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നെക്കാൾ മുമ്പ് അവളാ നിന്നെ കെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ നീ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ചന്തു. നമുക്കിടയിലുള്ള സ്പേസിൽ ആരോ വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നതായാ തോന്നുന്നത്. ഞാൻ എന്റെ ലൈഫ് ഷെയർ ചെയ്യുന്നത് നിന്നോടൊപ്പോ, അവളോടൊപ്പോ അല്ല. നീ ശ്രീയെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? മാറുന്ന റിലേഷൻഷിപ്പിനോടൊപ്പം എക്സ്പെക്ടേഷൻ കൂടി മാറും ശ്രീ. നീ എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ഞാൻ കണ്ടില്ലാന്ന് വെക്കും. പക്ഷെ നമ്മുടെ മാരേജ് കഴിഞ്ഞാൽ നിന്നോട് എനിക്ക് കൂടുതൽ അധികാരം ഫീൽ ചെയ്യും. അപ്പോഴിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഉദയ്, നീ ശരിക്കും എന്താ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒന്നിച്ചുണ്ടാകണമെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നേ പറ്റൂ. അവൻ ഋതുവിനോട് പ്രപ്പോസ് ചെയ്ത അന്ന് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ആ ലവ് പ്രോബ്ലം ആവുമെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ നോക്കിയതാ. എന്നിട്ടിപ്പോ നമ്മുടെ ലവിന് വേണ്ടി എനിക്കൊരിക്കലും അത് പറ്റില്ല. എനിക്ക് നിന്നെ വേണം ഉദയ്, ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. പ്ലീസ്, നമ്മൾ ഹാപ്പി ആയിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. നീ പറഞ്ഞ പോലെ ഞാൻ ഹാപ്പി ആയിരിക്കുന്നതിനേക്കാൾ നീ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ബട്ട് ഐ കാൻറ്റ് കോംപ്രമൈസ് ശ്രീ. നിനക്കറിയോ, നമ്മുടെ ലവിന് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തടസ്സമാവെന്ന് തോന്നിയപ്പോ അവൾ അകന്നു പോവാൻ തീരുമാനിച്ചവളാ. എന്റെ ലവ് വേണ്ടാന്ന് വെക്കാൻ അവൾ പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ അകന്നു പോണെന്നാ നീ പറയുന്നത് അല്ലേ? God damn it, ശ്രീയെ അവോയ്ഡ് ചെയ്ത് എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഋതു. ഋതു, ഋതു